അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് താഴേക്കോട് മഹല്ല് കമ്മിറ്റിയിലെ സെക്രട്ടറിമാരിൽ ഒരാളായി നീണ്ട 1.5 പതിറ്റാണ്ടിലപ്പുറം പ്രവർത്തന സജ്ജമായി ഞങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ ഒരു ഊർജം തന്നെ നൽകി എല്ലാ കാര്യങ്ങളിലും എല്ലാ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് വെക്കുന്ന പ്രിയങ്കരനായ നാലകത്ത് സക്കീർ മാസ്റ്റർ എന്ന സൈനുദ്ദീൻ ഇന്ന് നമ്മുടെ പള്ളി പുനർനിർമ്മാണം കഴിഞ്ഞ് 3-ാം തീയതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇന്നത്തെ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളുമൊക്കെ ഇന്നിവിടെ അദ്ദേഹം സമർപ്പിക്കുകയാണ്. ഇതിന് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആദരവോടെ നമ്മുടെ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. സക്കീർ മാസ്റ്ററിനോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, പള്ളി നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന സമയത്ത് സക്കീർ മാസ്റ്റർക്ക് എന്ത് തോന്നുന്നു നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട്? അത് സ്വാഭാവികമാണല്ലോ അഷ്റഫേ. നമ്മൾ കുറച്ച് കാലത്തെ പള്ളി നിർമ്മാണവും അതുപോലെ തന്നെ ജൂൺ 3-ാം തീയതി ഇപ്പോൾ പള്ളി 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യാം. സ്വാഭാവികമായിട്ടും നമ്മുടെ മഹലിൻ്റെ പഴയ പാരമ്പര്യം, കുഞ്ഞാലി മുസ്ലിയാരും മമ്പ്രന്തങ്ങളുമായി ബന്ധപ്പെട്ട് വരെ നമ്മുടെ മഹലിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അത്രയും ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള ആഠ്യത്വത്തോടു കൂടിയ ഒരു പള്ളിയാണ് ഇപ്പോൾ നമ്മൾ പണിയൊഴിപ്പിച്ചിട്ടുള്ളത്. അത് നീണ്ട കാലയളവിലെ വലിയൊരു എഫേർട്ടിൻ്റെ ഭാഗമായി, വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായി ജൂൺ 3-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് മഹലിലെ എല്ലാവരെയും പോലെ, എല്ലാ വിശ്വാസികളെയും പോലെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും അത് വളരെ ഊർജ്ജസ്വലമായി തന്നെ സക്കീർ മാസ്റ്റർ മറുപടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ മഹലിൻ്റെ പ്രത്യേകതയായി നിങ്ങൾ എന്താണ് നമ്മളെ മഹലിനെ കുറിച്ച് കാണുന്നത്? നമ്മുടെ ഈ താഴേക്കോട് വലിയ മഹലിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഐക്യത്തിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രം. ഞാനത് പ്രത്യേകം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പല തരത്തിലും വരാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുള്ള കോളിളക്കം സൃഷ്ടിച്ച കാലഘട്ടങ്ങൾ വരെയുണ്ട്. ഇപ്പോൾ 89-90കളിലെ സുന്നി രംഗത്തുണ്ടായ അഭിപ്രായ വ്യത്യാസമൊക്കെ നമുക്കറിയാമല്ലോ. ആ സമയത്ത് പോലും പല മഹല്ലുകളിലും പല മദ്രസകളിലും ഒക്കെ വിഷയങ്ങളുണ്ടായ സമയത്ത് പോലും വളരെ ഐക്യത്തോടുകൂടി ഒരു അപശബ്ദത്തിൻ്റെ സ്വഭാവം പോലും കാണിക്കാതെ വളരെ ഐക്യത്തോടുകൂടി മാതൃകാപരമായി മുന്നോട്ട് പോയ ഒരു മഹല്ലാണ് നമ്മൾ താഴേക്കോട് മഹല്ല്. ഞാൻ മനസ്സിലാക്കുന്നത് താഴേക്കോട് മഹലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. പിന്നെ ചോദിക്കാനുള്ളത്, നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ ഇത്രയും സ്പീഡപ്പായി നടന്നതിൻ്റെ വിജയരഹസ്യം? അല്ല, ഈ പള്ളിയുടെ പണിയുടെ തുടക്കത്തിൽ അഷ്റഫിന് തന്നെ അറിയാം, തുടക്കത്തിൽ നമ്മൾ കുറേ ആശങ്കയിലായിരുന്നു. കാരണം നിലവിലെ പള്ളി പൊളിക്കണ്ട അഭിപ്രായ വ്യത്യാസവും സ്വാഭാവികം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് വലിയ ആശങ്ക ഞാൻ അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് അംസുഖാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ AK നാസർ മാഷും അതുപോലെ തന്നെ ഒരു ടീമാണ്. കബീറിനെ പോലെ, അതുപോലെ തന്നെ സാലിനെ പോലെ, ഉൽക്കട ഗഫൂറിനെ പോലെ, മാനുവിനെ പോലത്തെ, KK മുസ്തഫ, ഞാൻ കാണുന്ന ഒരുപാട് ടീം, ഒരു മുഴുവൻ സമയ ടീം, 24 മണിക്കൂറും പള്ളിപ്പണി എന്നുള്ളൊരു ഹാജത്തും വെച്ചിട്ട് നിൽക്കുന്ന ഒരു ടീമിൻ്റെ വർക്കാണ് നമ്മൾ കണ്ടത്. സത്യത്തിൽ നമ്മളെപ്പോലുള്ള ആളുകൾ അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ ടീം സ്പിരിറ്റോടു കൂടി വർക്കിന് വരുന്ന ആളുകൾക്ക് വഴിമുടക്കികളായി തടസ്സം നിൽക്കാതെ മാറിക്കൊടുന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈന്. ആ ലൈനിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തു. വലിയ സന്തോഷം, വളരെ സന്തോഷകരമായ രൂപത്തിലാണ് നമ്മൾ അതിൻ്റെ ലാൻഡിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മഹല്ല് കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു സക്കീർ മാഷ്? ഞാൻ പറഞ്ഞല്ലോ, അഷ്റഫിനെ പറഞ്ഞു, വളരെ ചെറുപ്പം തൊട്ട് തന്നെ മഹല്ലിലെ കമ്മിറ്റിയിൽ കയറിയ ഒരാളാണ് ഞാൻ. പലപ്പോഴും നമ്മുടെ മഹല്ല് കമ്മിറ്റി, ഇപ്പോഴാണ് നമ്മൾ മഹല്ല് ഇത്രയും വിപുലമായത് കമ്മിറ്റിയൊക്കെ. മറ്റേത് കുറച്ച് കാരണവന്മാരും അതിൽ ഏറ്റവും ചെറുപ്പക്കാരും ഞാനുമായിരുന്നു. ഇപ്പോൾ പലരും സൂചിപ്പിക്കുന്ന ഈ പുതിയ തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അന്ന് ഞാൻ ഒറ്റയ്ക്കേ കമ്മിറ്റി പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒന്നുകൂടിയും വിപുലമായിട്ട് പുതിയ വിപുലീകരിച്ച അത്യാവശ്യം നല്ല റോള് കിട്ടിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായാലും ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. നമ്മുടെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മഹല്ല് കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? മഹല്ല് കമ്മിറ്റി ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു മഹല്ലാണ്. അപ്പോൾ നമ്മുടെ തറവാട് മഹല്ലിൽ നിന്ന് പോയതാണ്. ഇപ്പോൾ മേലേക്കാപ്പുറമ്പും മരുതലിയും മാരാമ്പറ്റക്കുന്നും അതുപോലെ തന്നെ ആട്ടിപ്പുറമൊക്കെ നമ്മൾ വന്ന് പോയതാണ്. അപ്പോൾ വലിയ ഒരു പാരമ്പര്യമുള്ള വിപുലമായ ഒരു മഹല്ലാണ്. ഏകദേശം 1400-നടുത്ത് കുടുംബങ്ങൾ ഉള്ള ഒരു മഹല്ല്. അപ്പോൾ അതിൽ മഹല്ല് കമ്മിറ്റി വളരെ സജീവമായിട്ടാണ്. നമ്മുടെ മഹല്ല് കമ്മിറ്റിക്ക് 5 വൈസ് പ്രസിഡൻറ്റുമാരും 5 സെക്രട്ടറിമാരും ഒക്കെ ഉണ്ട്.
സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ പേഴ്സണലായിട്ട് കൂട്ടിയാൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ ഈ സെക്രട്ടറിമാർക്കും വൈസ് പ്രസിഡൻറ്റുമാർക്കും ഒക്കെ ചാർജ് വീതിച്ചു കൊടുക്കണം. ഈ ചാർജ് വീതിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഇൻവോൾവ്മെൻറ്റ് റോള് വരികയാണ്. ഒരു അവസരം ഉണ്ടാകുമ്പോഴല്ലേ അവർക്ക് അവരുടെ ലീഡർഷിപ്പ് കാണിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ അവിടെ തന്നെ പള്ളിയിൽ തന്നെ ഇപ്പോൾ വരിസംഖ്യയുടെ കളക്ഷൻ ഒരു സെക്രട്ടറി കോണി കൊടുക്കാം, മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് കൊടുക്കാം, അറബി കോളേജിൻ്റെ വർക്കുകളും കാര്യങ്ങളും, അങ്ങനെ ഈ പോർട്ട്ഫോളിയോ തിരിച്ച് കൊടുക്കുന്നത് ഒന്നുകൂടി ചെറുപ്പം. ഈ മഹലിൻ്റെ നേതൃത്വവും അവസാന വാക്കൊക്കെ പറയേണ്ടത് പണ്ഡിതന്മാരും കാരണവന്മാരുമാണ്. അതിൽ നമ്മൾ തൊള്ളിൽ നാവിൻ്റെ നേരെ കയറി വെട്ടാനൊന്നും പറ്റില്ല. പക്ഷേ അവരെ മുന്നിൽ നിർത്തി ഊർജ്ജത്തോടു കൂടി വർക്ക് ചെയ്യേണ്ടത് ചെറുപ്പക്കാരാണ്. അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാം. അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പല നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പല മഹലിലും ചെറുപ്പക്കാർ വളരെ ശക്തമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് മഹല്ല് കമ്മിറ്റികളിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം കാരണവന്മാർ അവസാന വാക്ക് പറയേണ്ടത് അവരാണ്. അപ്പോൾ ആ നിലക്ക് ചെറുപ്പക്കാരുടെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും ഒക്കെ കൂട്ടായ ഒരു ശ്രമത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ ഈ മഹല്ല് പ്രവർത്തനം പോകേണ്ടത്. താഴെക്കോട് മഹല്ല് അക്കാര്യത്തിൽ പെർഫെക്റ്റാണ്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് സക്കീർ മാഷോട് നമുക്കൊരു അഭിപ്രായം ചോദിക്കാനുള്ളത് കാരണം എന്താ വെച്ചാൽ പിന്നെ ഉലഹയത്തുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഈ സമൂഹ ഉലഹയത്ത് വളരെ കൃത്യമായി തന്നെ ഈ 1400 വീട്ടിലും അത് കൃത്യമായി എത്തിക്കുന്നതിൽ അതിന് നേതൃപരമായ പങ്കുവഹിക്കുന്ന സക്കീർ മാഷാണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഈ ചെറുപ്പക്കാർക്കൊക്കെ അതിന് എല്ലാ പ്രചോദനം നൽകുന്ന പിന്നെ വിതരണത്തിലും മറ്റുള്ള കാര്യങ്ങളിലും അതിൻ്റെ പാക്കിങ്ങിലൊക്കെ കൃത്യമായി അതിന് പ്രചോദനം നൽകി എല്ലാവരെയും ഒരേപോലെ കണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പിന്നെ അഭിപ്രായ സമന്വയം നടത്തി കാര്യങ്ങൾ വളരെ ഭംഗിയായി നടത്തുന്ന അതിന് നേതൃത്വം നൽകുന്ന ഒരാളാണ് ഉലഹയത്തുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ പിന്നെ ഏകദേശം എത്ര വർഷമായി അത് നമ്മൾ തുടങ്ങിയിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായി അത് പിന്നെ ഏതൊക്കെ മഹല്ല് വീടുകളും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള നമ്മളെ ഇവിടെ താമസിക്കുന്ന കോട്ടേഴ്സുകളും മറ്റുള്ളതൊക്കെ എത്തിക്കാറുണ്ടോ? അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് നിർദ്ദേശം. വിഷയം മാറി ഏതായാലും ഉലഹയത്തിലേക്ക് വന്നു. പിന്നെ ഉലഹയത്ത് നമ്മുടെ സംഘടിതമായി മഹല്ലിൽ കുറച്ച് മുന്നേറ്റം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മുസായദ അതൊക്കെ നമ്മളൊക്കെ തന്നെ കൊണ്ടുപോകുന്നത് അതൊരു 10-15 വർഷത്തിൻ്റെ മുകളിൽ ഞാൻ തുടക്കം തൊട്ടേ അതിൽ സഹകരിക്കുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ വർഷമാണ് ഇത് പിന്നെ നേരെ മഹല്ല് കമ്മിറ്റി എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ വർഷം വന്നത്. ഈ വർഷവും മഹല്ല് കമ്മിറ്റി ഇപ്പം നമ്മൾ മീറ്റിംഗ് കൂടി തീരുമാനിച്ച് അതിൻ്റെ സംഘാടനത്തിൻ്റെ ഒരു സംഘാടക നിലയ്ക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അഷ്റഫ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു മഹല്ലാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു 10-24 എണ്ണത്തിനെ നമ്മൾ അറുത്തു. കഴിഞ്ഞ തവണ നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങാൻ കുറച്ച് വൈകി. അത് എന്താ വെച്ചാൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചർച്ച നടന്നു. പക്ഷെ പിന്നീട് കോവിഡ് കഴിഞ്ഞിട്ടുമായിരുന്നു ആ ഒരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല പിന്നെ നാസർ മാഷയുടെ അഭാവം, നാസർ മാഷ് അപ്പോൾ ആ സമയത്ത് അത് നടക്കോ ഇല്ലേ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് നടക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മുടെ മഹലിൽപ്പെട്ട പലരും മറ്റു പലതിലും ചേരുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീടാണ് നമ്മൾ മഹല്ല് പിന്നെ ജുമാക്ക് ശേഷം ഒരു മീറ്റിംഗ് ചേർന്നിട്ട് നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നിട്ടും 10-25 എണ്ണങ്ങൾ നമുക്ക് കൊടുത്തു. കഴിഞ്ഞ തവണ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ വൈകി വന്നത് കൊണ്ടാന്ന് തോന്നുന്നു നമുക്ക് എണ്ണത്തിന് നല്ല വില വന്നു. നല്ല വലുപ്പമുള്ള സാധനം, ഈ വലുപ്പമുള്ള സാധനത്തെക്കാൾ നല്ലത് നമുക്ക് ഇളയതാകുമ്പോൾ മാംസം രുചി ഉണ്ടാവും. മാത്രമല്ല നമ്മൾ ഈ കൊടുക്കുന്ന വീടുകളിലേക്ക് നല്ല മാംസം കൊടുക്കാൻ നമുക്ക് കഴിയും. വലിയ എണ്ണം ആവുമ്പോൾ അഷ്റഫ് ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ താഴെക്കോട് ഭാഗത്തേക്ക് ഉലഹയത്തിൻ്റെ പണിക്കാർ വരുന്നില്ല. കാരണം ഇത് ഒട്ടകത്തിനെ പോലൊരു സാധനത്തിനെ മറിച്ചിട്ട് പണിയെടുക്കുമ്പോഴേ, കാരണം എല്ലാത്തിനും ഒരെണ്ണത്തിനാണ് കൂലി നോക്കിയിട്ടല്ല. അതുകൊണ്ട് കഴിഞ്ഞ തവണ ആ ടീം ഇപ്പോൾ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളെ കൂരി നാസറിൻ്റെ ടീമാണ് നമ്മൾ 60 പേരെ നോക്കുന്നത്. അംസോഖാൻ്റെയും മമ്മൂട്ടിയാജിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കന്നിനി നേരത്തെ നോക്കാനുള്ള ശ്രമം ആരംഭിച്ചു. നാസറാക്കി ഞാനും അതിങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. എന്തായാലും പിന്നെ കഴിഞ്ഞ വർഷം നമുക്കൊരു 3 കിലോ അടുത്ത് 3 കിലോൻ്റെ ഇത് കിറ്റ് കൊടുക്കാൻ. ഈ വർഷം ഒട്ടും മോശമില്ലാത്ത തരത്തിൽ നന്നായി കൊടുക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഈ പള്ളി ഉദ്ഘാടനത്തിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇത് കയറ്റിയിടണ്ടെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. പള്ളി ഉദ്ഘാടനം 3-ാം തീയതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ആക്സിലറേറ്റ് ചെയ്ത് ഇതൊന്നുകൂടി സജീവമാക്കും. ഇപ്പം തന്നെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ കമ്മിറ്റി ഗ്രൂപ്പും ഒരു പൊതു ഗ്രൂപ്പൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് സജീവമായിട്ടുണ്ട്. 2 ദിവസത്തിനകം കൂടുതൽ സജീവമായി രംഗത്തിറങ്ങും. എന്തായാലും പിന്നെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ മികച്ച തരത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. ഞാൻ കഴിഞ്ഞ വർഷത്തിൽ നടത്തിയതിൻ്റെ ചില അപാകതകൾ നമ്മൾ ഒഴിവാക്കണം. അതിൽ തർക്കമില്ല, നമുക്ക് അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുക. അപ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ലോട്ട് എടുത്തിട്ടാണ് എണ്ണത്തിൻ്റെ തീരുമാനിച്ചത്. രണ്ടാമത് ആദ്യം ആരത് അറുക്കും അതിന് വേറെ ലോട്ട് ഇട്ടു. അപ്പോൾ ആ 2 നമ്പറും കാരണവന്മാർ കുറച്ച് മാറ്റി, അറിവിൻ്റെ നമ്പർ വേറെയും എണ്ണത്തിൻ്റെ നമ്പർ. അപ്പോൾ
അത് പലരും അന്ന് അങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഒന്നിലോ ഭാഗ്യം ഉണ്ടായില്ല, മാഷെ അടുത്തില്ലെങ്കിലും ഭാഗ്യം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് സുതാര്യം ആയിക്കോട്ടെ എന്ന് ചെയ്തു. പക്ഷേ എന്തായാലും അത് പ്രയാസമായി. പിന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. ഏതായാലും ഇപ്രാവശ്യം നമ്മൾ എണ്ണത്തിന് ഒരു ലോട്ടിട്ട് കഴിഞ്ഞാൽ ആ മുറക്ക് തന്നെ അറുത്തു പോകാമെന്നുള്ളൊരു രീതിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കമ്മിറ്റി കൂടിയിട്ട് നമ്മളെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. കമ്മിറ്റി കൂടിയതിന് ശേഷം കാര്യങ്ങൾ സജീവമായി. പിന്നെ കഴിഞ്ഞ തവണ സജീവമായിട്ട് കുട്ടികൾ ചെറുപ്പക്കാരുണ്ടായിരുന്നു. അത് മുമ്പ് നമ്മളെ അറിവിന്റെ എന്ന് പറഞ്ഞാൽ അറിവിന്റെ ആളുകൾ അറുക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള മൊത്തം അതൊരു കുറ്റപ്പെടുത്തൽ വേണ്ട അഷ്റഫ് പറഞ്ഞു. നമ്മളൊക്കെ ഇപ്പൊ ഈ കൂലി തന്നെ കിട്ടുമോ എന്നുള്ള സംശയം ഞാനല്ലാതെ പറയണ്ട. കാരണം ഞാൻ എൻ്റെ 7 ആളുടെ ഒരു കിൻ്റെ 11 ഉറുപ്പിന് കൊടുത്തു, എൻ്റെ അതൊക്കെ കഴിഞ്ഞു ഒരു പ്രൊഫഷണലായിട്ട് മാറുകയാണ്. ഞാൻ ആ സാധനത്തിനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത, ഞാൻ ചേർന്ന ഒരെണ്ണത്തിനെ കാണാത്തവർ വരെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ബാക്കി ഈ പണിയെടുക്കുന്ന കുട്ടികൾ ഇപ്പൊ അന്നൊക്കെ നമ്മൾ കണ്ടത് ആ ഹാള് നിറയെ താഴെക്കോടിന്റെ യുവനേരയാണ്. അതിനൊരു പ്രത്യേകത ഈ സത്യത്തിൽ ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നാട്ടില് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നമുക്ക് ചങ്ങാത്തവും കൂടി പെരുമാറാനുള്ള സാഹചര്യമാണ്. ആ തരത്തിൽ സന്തോഷം നൽകിയോ ഞാൻ ഇടയ്ക്ക് അതിലേക്ക് നോക്കി ഇങ്ങനെ നെടുവേർപ്പെടും നമ്മളെ ടീം വർക്ക് കാണുമ്പോൾ. അപ്പൊ അത്തരത്തില് കാര്യങ്ങൾ ഫുള്ള് നമ്മളെ ടീമാണ് ചെയ്യുന്നത്. ഫുള്ള് കുട്ടികൾ ചെറുപ്പക്കാര് ആ സ്റ്റാളിലും കാര്യങ്ങൾക്കും ഒക്കെ പറയുമ്പോൾ കഴിഞ്ഞ തവണ നല്ല മഴയായിരുന്നു. അപ്പൊ ആ മഴയായിട്ട് പോലും നമ്മൾ സജീവമായി കാര്യങ്ങൾ കൊണ്ടുപോയി. വിതരണത്തിൽ നമ്മളെ ഉമ്മർ വാഴ്ത്തോടി പിന്നെ കഴിഞ്ഞ തവണ ആ ഭാഗത്ത് ഡോക്യുമെന്റ് വർക്കിനൊക്കെ കാര്യങ്ങൾ പുള്ളി പെർഫെക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ആദ്യമേ അതിന്റെ വർക്ക് ഞാൻ ആ കമ്മിറ്റി ചേർന്നപ്പോൾ തന്നെ വിതരണത്തിന് ഞാൻ ഉമ്മറിനെ അപ്പോൾ ആ തരത്തിൽ വിജയകരമായി തന്നെ പോകുന്നു. ക്ലിയറാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കുറേ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. ഏതായാലും നമുക്ക് ചെറുപ്പക്കാർക്കിടയിൽ നമുക്ക് ഊർജ്ജം നൽകുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ഭാരവാഹിത്വത്തിൽ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും 3-ാം തീയതി നമ്മുടെ 220 വർഷത്തോളം പഴക്കമുണ്ടെന്നുള്ളതാണ് നമ്മളെ ജനറൽ സെക്രട്ടറി അംസോക്കൊക്കെ സൂചിപ്പിച്ച നമ്മളെ മഹലിന്. അപ്പോൾ അതിൻ്റെ വലിയൊരു സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ. പിന്നെ 3-ാം തീയതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന സമുന്നതരായ നേതൃത്വം പണക്കാട് സെയ്ദ് സ്വാദിഖ് ഷിഹാബ് തങ്ങൾ, സെയ്ദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, പ്രൊഫസർ ആൽക്കുട്ടി ഉസ്താദ്, അങ്ങനെ കൊമ്പ് ഉസ്താദ് അടക്കമുള്ള ആളുകൾ, കൊമ്പം ഉസ്താദ് അടക്കമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ എംബിച്ചി തങ്ങൾ, പിന്നെ നമ്മുടെ സ്വാമി പിന്നെ പിന്നെ പുത്തനങ്ങാടിയിലെ ഫാദറാണ്. അപ്പോൾ അത് പങ്കെടുക്കുന്നത്. അപ്പോൾ അതാണ് അങ്ങനെ വളരെ ഭംഗിയായ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിക്ക് പിന്നെ ആളുകളോട് ഇതൊരു നിർദ്ദേശം എങ്ങനെ നമ്മളെ പരിപാടി ഗംഭീരമാക്കാൻ ആളുകളെ ഒന്ന് ക്ഷണിക്കും കൂടി നമ്മളെ സെക്യൂർ മാഷ് നമ്മുടെ ഒരു സെക്രട്ടറി എന്നുള്ള നിലക്ക് ആളുകളെ നമ്മുടെ ഈ പിന്നെ നമ്മളെ ഏരിയയിൽ പഞ്ചായത്തിൽ എന്നല്ല നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇത്രയും നല്ലൊരു പിന്നെ ഏരിയ ഹൈവേയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു കോഴിക്കോട് പാലക്കാട് ഹൈവേ ഇത്രയും വളരെ പിന്നെ വളരെ മനോഹരമായൊരു മസ്ജിദ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി സന്തോഷത്തോടെ അതിലേക്ക് പിന്നെ സെക്രട്ടറി എന്നുള്ള നിലക്ക് ആളുകളെ ക്ഷണിക്കുക. പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പള്ളി പണിയുടെ അതേ ചൂടും ചൂരും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഉദ്ഘാടന പരിപാടി. നാസർമാഷ നേതൃത്വത്തിൽ തന്നെയാണ് ഒക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സംഘടന. വിവിധ സബ് കമ്മിറ്റികൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഓരോന്നിനും സബ് കമ്മിറ്റികൾ ഉണ്ടാക്കി കഴിഞ്ഞു. ആ ഓരോ സബ് കമ്മിറ്റികളും അവരുടെ പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 3 ദിവസങ്ങളിലായി. ഒരു ദിവസം സ്ത്രീകൾക്ക് കാണാനുള്ളൊരവസരം, അതുപോലെ തന്നെ 2ാമതൊരു ദിവസം മതസൗഹാർദ്ദത്തോടു കൂടിയ ഒരു വേദി. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായി അതിനൊക്കെയാണ് പ്രാധാന്യം. നമ്മൾ പിന്നെ കൺജസ്റ്റഡ് ആയിട്ടല്ല നമ്മൾ വിശാലതയാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ആ നിലക്ക് ഞാനൊരു അഭിപ്രായം ആദ്യം വെച്ച് ഇങ്ങനെ കാപ്പുമൊത്തത്തെ ഒരു പിന്നെ നമ്മളെ ക്ഷേത്രത്തിലെ പൂജാരിയെ കൂടി ഒന്ന് വെച്ചാലോ ഒന്ന് പേഴ്സണലായിട്ട് നസറാക്കാനോടൊന്ന് പറഞ്ഞു. നസറാക്ക് അത് ആ സ്പാർക്ക് കിട്ടിയപ്പോഴേക്കും മൂപ്പരെ കത്തിച്ചു. മൂപ്പർക്ക് നേതൃഗുണമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മൂപ്പര് അതൊന്നുകൂടിയും വിപുലമാക്കി മറ്റേ സ്വാമിനിയും ഇവരൊക്കെ കൊണ്ടു. എന്തായാലും വളരെ നല്ല 3 ദിവസമായിട്ടാണ് പരിപാടി. മഴ അല്പം ആ സമയത്തേക്ക് നമുക്കൊരു ആശ്വാസം കിട്ടിയേക്കാം. മഴ വേണ്ടാന്നല്ല, മഴ നല്ലതാണല്ലോ. എന്തായാലും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്കാൻ ആവർത്തിക്കുന്നത്, പള്ളിയുടെ നിർമ്മാണത്തിൽ കണ്ട ആ ഒരു ഇതുണ്ടല്ലോ, ചൊടി, ആ ഒരു ഉന്മേഷവും ചൊടിയോടും കൂടി തന്നെ ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികളും നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാതും അള്ളാഹ്ക്ക് സ്വീകാര്യമായ രൂപത്തിൽ തന്നെ പര്യവസാനിക്കും എന്ന് നമുക്ക് കരുതാം. അസ്സലാമു അലൈക്കും. 1-2 കാര്യങ്ങൾ വിട്ടുപോയി, അതാണ് 2ാമത് റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മഹലിൻ്റെ ഖത്തീബായിട്ട് ഏകദേശം 3 പതിറ്റാണ്ടിലപ്പുറമായി നമ്മുടെ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ്. അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റുള്ള പിന്നെ ഉസ്താദുമാരെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ അങ്ങോട്ട് ഒന്ന് സൂചിപ്പിക്കും. അബ്ദുറഹ്മാൻ ഫൈസി ഖത്തീബ് ഞങ്ങൾ അത്ര ഒരു വ്യക്തിബന്ധമൊന്നും വെക്കുന്ന ഒരു കൂട്ടത്തിലല്ല, ഒരു പ്രത്യേക അകലം ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 33-33 അടുത്തായി 33 വർഷമായിട്ടുണ്ടാവും. ഞാൻ ഒരിക്കൽ നമ്മളെ പിന്നെ അതിനായിരുന്ന മഹമാക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു.
വാപ്പ വഴിക്ക് നല്ലൊരു ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ കാലങ്ങളായി നമ്മളെ പള്ളിയിലുള്ള മുഖമാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ ഖത്തീബിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ളൊരു മഹല്ലിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്ന ഒരു ഖത്തീബ് എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ഏത് മഹല്ലുകൾ പോയിക്കോ 1, 2, 3 കൊല്ലം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായി ചിലപ്പോൾ ഖത്തീബ് മാറിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഖത്തീബിനെതിരെയുള്ള കുത്തിത്തിരിപ്പ് നാട്ടിൽ തുടങ്ങിയിട്ടുണ്ടാവും. ഇത് ഇപ്പം നമ്മൾ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റുള്ള വിഷയമാണെങ്കിലും മൂപ്പരത് വളരെ കൃത്യമായ ഒരു പണ്ഡിതൻ്റെ ഗുണം തന്നെ ആയിരിക്കും ഒരു പക്ഷേ. അത് നമുക്കൊന്നും ഇല്ലാതെ എടുത്തിയാടാതെ ക്ഷമയോടുകൂടി അത് കൈകാര്യം ചെയ്ത് എല്ലാവർക്കും സ്വീകാര്യമായ സത്യത്തിൽ നമ്മളെ മഹല്ല് ആദരിക്കണം, പൂർണ്ണമായിട്ടും ആദരിക്കും. 33 കൊല്ലം ഒരു മഹല്ലിൽ ഖത്തീബായിട്ട് തുടർന്നു സേവനം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവനം നമ്മുടെ മഹല്യത്തിന് ഒരു മാതൃകയാണ്. തുടർന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ സേവനം ഇനി മാറിക്കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവും തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അതിനിപ്പോൾ എന്താ വെച്ചൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളെ നിക്കാഹ് നടത്തി അയാളെ മക്കളെ വരെ നിക്കാഹ് നടത്താനുള്ളൊരു സൗഭാഗ്യം അത് വളരെ നല്ല പ്രയോഗമാണ്. രണ്ടാളെയും നിക്കാഹ് ഒരു വീട്ടിൽ തന്നെ വാപ്പാൻ്റെയും മോൻ്റെയും നിക്കാഹൊക്കെ നടത്താനുള്ളൊരു ഭാഗ്യം ലഭിച്ച ഒരു ഉത്സാഹം കൂടിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചോദിക്കാനുള്ളത്, അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു മഹല്ല് പള്ളിയിൽ സൂചിപ്പിച്ചു, അതിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഈ പള്ളിക്ക് ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മഹല്ല് നിവാസികളാണ് അതിന് കൂടുതൽ അതിൻ്റെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. അപ്പോൾ അത് സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളെന്ന് ഫണ്ടും പിരിവുമായിട്ട് ഞാൻ അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ ഈ കണ്ട കാര്യങ്ങളുണ്ടാവുമല്ലോ, ഒഫീഷ്യൽ തിരക്കുകളിടക്ക് ഇങ്ങനെ നിന്ന് കൊടുക്കുക എന്നുള്ളൂ. എന്തായാലും 5-5.5 കോടിയുടെ ഒരു സമാഹരണം ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. എടുത്തു പറയേണ്ടത് അതെ, ഇഖ്ലാസോട് കൂടിയിട്ടാണ് ഒരു ടീം ഇറങ്ങുന്നതെങ്കിൽ എത്ര ഹ്യൂജ് എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്യാന്നുള്ള തെളിവാണ്. നീയത്ത് ശരിയാവും. പിന്നെന്താ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു നമ്മുടെ മഹല്ലിലെ ആൾക്കാർ കൊടുത്തതാണല്ലോ. കുറച്ച് പുറത്തുനിന്നില്ല എന്ന് പറയുന്നത്, നമ്മളിവിടുന്ന് മാറിപ്പോയ മഹല്ലുകളും ഉണ്ടാവാം. പക്ഷേ ഇതിലെ ഒരു 95% ഈ മഹല്ലിലെ ഈ ആളുകൾ കൊടുത്തിട്ടാണ്. ഇതിപ്പോൾ അത്ര വലിയൊരു റിച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു ഗൾഫ് ഏരിയ ഒന്നും നമുക്ക് താഴെക്കോട് മഹലിനെ പറയാൻ കഴിയില്ല. മൊത്തം മോശമല്ല, ആളുകളുണ്ട്. പക്ഷേ സാധാരണക്കാരനും ഇടത്തരക്കാരനും ഇതിൽ നന്നായി സഹകരിച്ചിട്ടുണ്ടെന്നാണ് ഈ 5-5.5 കോടിയുടെ കളക്ഷൻ്റെ സാധ്യത കാണുന്നത്. എന്തായാലും അതും നമ്മുടെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. അഭിമാനിക്കാണല്ലോ, നന്മ കാണുമ്പോൾ അതിൽ അഭിമാനിക്കണമല്ലോ. അത് താഴെക്കോട് മഹലിൻ്റെ ഒരു അഭിമാനമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുമായി സഹകരിച്ച എല്ലാവർക്കും സർവശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഏതായാലും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട സക്കീർ മാഷ് പൊതുരംഗത്ത് എല്ലാ രംഗത്തും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ ഞങ്ങൾ പല വേദികളിലൊക്കെ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ എല്ലാറ്റിനും ഒരു A to Z കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് കൂടി പ്രിയപ്പെട്ട സക്കീർ മാസ്റ്ററുടെ വളരെ ഉപകാരപ്രദമായ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ സെക്രട്ടറി എന്നുള്ള നിലക്ക് ഒരു സെക്രട്ടറിമാരിൽ ഒരാൾ എന്നുള്ള നിലക്ക് അദ്ദേഹം കൃത്യമായി തന്നെ ഇവിടെ കാര്യങ്ങൾ പല അഭിപ്രായങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിർദ്ദേശങ്ങൾ നൽകി അഭിപ്രായങ്ങൾ നൽകിയ പ്രിയപ്പെട്ട സക്കീർ മാഷ്ക്ക് താഴെക്കോട് മഹലിൻ്റെ ഒരു നിവാസി എന്നുള്ള നിലക്ക് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ശ്രവിക്കുന്നവർക്ക് എല്ലാവർക്കും പ്രത്യേകമായി പറയാനുള്ളത് 3-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന കർമ്മത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൃത്യമായ പങ്കാളിത്തം, അതോടൊപ്പം തന്നെ 2-ാം തീയതി 1-ാം തീയതിയൊക്കെ നടക്കുന്ന 3 ദിവസത്തെ പ്രോഗ്രാമാണ്. അതിലെല്ലാവരുടെയും സജീവ സാന്നിധ്യം, എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഞങ്ങളെ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.